ഇതിനല്ല വഴി മാറി. ഓ ചത്തി ഇതെന്താ വെറുതെ ഒന്ന് താറ്റി നോക്കാം. അതെ മുട്ടേറ്റി ആദ്യമായിട്ട് എന്നെ കാണാൻ അത്ര എക്സൈറ്റഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ജുജു ജാൾസ് പാർട്ട് 4. ഇനി നമുക്ക് ഇതിൽ മൊത്തത്തിൽ കളിക്കാനുള്ളത് ആകെ 5 മിഷനാണ്. 2 വെപ്പൺ മിഷനും 2 മുട്ടന്റെ മിഷനും പിന്നെ അവസാനം ഒരു പ്രിസത്തിന്റെ മിഷനും. ഈ പ്രിസത്തിന്റെ മിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് കണ്ടവർക്ക് അറിയാം. അതായത് നമ്മൾ ചാൾസിന്റെ 3 മുട്ടകളും കളക്ട് ചെയ്തതിന് ശേഷം അത് പ്രിസത്തിൽ കൊണ്ടുപോയി വെച്ച് ആ 3 മുട്ടകളും പൊട്ടിക്കണം. പൊട്ടിക്കുന്നല്ലേ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ 3 മുട്ടകളും എടുത്ത് ആ പ്രസത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ബാക്കി എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. മുട്ട പൊട്ടിക്കുക, മുട്ട ഓംലെറ്റ് അടിക്കുക, മുട്ട ബുൾസ അടിക്കുക, എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ. നമ്മൾ ആ 3 മുട്ടകളും എടുത്ത് ആ പ്രസത്തിൽ കൊണ്ടുപോയി വെക്കണം. അത്ര ഉള്ളൂ നമ്മളെ പരിപാടി. ഓക്കെ, അപ്പൊ ഞാൻ 5 മിഷനാണ് മൊത്തത്തിലുള്ളതെന്ന് പറഞ്ഞില്ലേ. ആ 5 മിഷന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു എപ്പിസോഡ് കൂടെ ഇടാന്ന് വിചാരിക്കുകയാണ്. ഒരു പാർട്ട് കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഗെയിം അവസാനിപ്പിക്കാം. 1 തൊട്ട് 5 എന്നാണല്ലോ, മൊത്തത്തിൽ നമുക്ക് 5 പാർട്ട് ഇടാം. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഏതായിരുന്നാലും നമ്മൾ ഇവിടെയാണ് അവസാനിപ്പിച്ച്. സോ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് തുടങ്ങാം. Paul asked me to design a new weapon to help you hunt Charles. I made this rocket launcher. ഓ ഇതൊരു റോക്കറ്റ് ലോഞ്ചർ ആണത്രേ. ഇപ്പൊ ഉണ്ടാക്കിയാന്നാ പറയുന്നത്. താങ്ക് യു മൈ ബോയ്. I've been wanting to see Warren's empire crumble for a long time. ഓ വാറനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബന്ദ് ഉണ്ടാക്കിയെന്നാ പറയുന്നത്. വാറനോട് എന്തോ ഒരു കലിപ്പുണ്ട് ഇവന്. From inside the bunker down the rail. ഓക്കെ, ഇവൻ ഇനി ഇതിലെന്തോ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. സോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത സ്ഥലമല്ലേ അവിടെ പോയിട്ട് ഇതിന്റെ ഉണ്ടകൾ എടുത്തുകൊണ്ട് വരാനാ പറയുന്നത്. തോക്കൊക്കെ ഉണ്ട്, പക്ഷെ ഉണ്ടല്ലോ അത്ര ഇവിടെ ഒന്നാണ്ട് തന്നാണ്ടല്ലേക്കാ. അവന് തോക്ക് ഇവിടെ കൊണ്ടുവന്നേക്കാ അറിയാം, പക്ഷെ ഉണ്ട അവിടെ പോയി എടുക്കണം അത്ര ലട്ടി ഫുൾ. ഓക്കെ, ഇവിടെയാണ് അതിന്റെ ഉണ്ടുള്ളത്. എത്തില്ലേ? ആ എത്തി. ഇതിന്റെ ഉള്ളിലാണെന്ന് തോന്നും. അതിലൊക്കെ കെട്ടി സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും വിഷയല്ല. ശരി, ഇത്രയും വലിയ ഗേറ്റ് ഉണ്ടാ. പിന്നെ എന്തിനാ അത്രയും കഷ്ടപ്പെട്ട് മതിലെട്ടിയെന്നാവോ? കേട്ടോ, ഇതിലുള്ളൊക്കെ പൊട്ടന്മാരാവുന്നു കേട്ടോ. ഓക്കെ, ഇതാ അതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകേണ്ടത് തോന്നുന്നു. എന്തോ ബങ്കർ എന്തോ സംഭവമാണ്. നോക്കട്ടെ. അതെ പട്ടി ചെയ്യാം. ഓക്കെ, നീ തുറക്കാത്തേ. തുറക്കട. എന്താ സംഭവം? എന്താ വേറെ ഇത് വഴിയുണ്ടോ നോക്കട്ടെ. പക്ഷെ ഇവിടെയാണല്ലോ മാർക്കിങ് കാണിച്ച്. അതാ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റുമോ? ഓ അതാണ് അതിൻ്റെ ഉണ്ടാ റോക്കറ്റ്. ഓ അപ്പൊ ഇത് ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് ഇത്ര യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നാവോ? ഇവിടെ എന്തോ ഒരു വെളിച്ചുണ്ട്, നോക്കട്ടെ. ഓ ബോംബ്. ഇത് വെച്ചിട്ട് അതിൻ്റെ ഡോർ പൊട്ടിക്കണായിരിക്കും. ഓക്കെ. ഇനി ഈ ബോംബ് ഇവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. ഓക്കെ, മാറിന്നോ. ഇപ്പൊ പൊട്ടും. ഓ ഇത്രയും വലിയ പൊട്ടൽ ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചെറിയ പൊട്ടലായിരിക്കും എന്ന് വിചാരിച്ചു. ഈ ഗെയിമിന്റെ ഒരു ലെവൽ അനുസരിച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതാണ്. പക്ഷെ മോർ ദാൻ എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഓ അതെനിക്കിഷ്ടായി. ഓ ഇതെന്താ ചോരയൊക്കെ? അടാ ഇതൊക്കെ പൂട്ടിയിട്ടിക്കല്ലേ, പിന്നെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റം കയറുക? അത് ശരി. അടാ ഇതും ലോക്കാം. എന്താ ചെയ്യാ? അതെന്താ? ഓ അങ്ങനെയാണല്ലേ. എടാ ഇതൊക്കെ അടിപൊളി സംഭവം. ഗെയിം വരെ അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ. തുടക്കം പോലല്ല, അവസാനമൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ഇനി അവൻ്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു പോകണം. ഇവിടെ എന്താ ലെറ്റർ നോക്കട്ടെ. വേർഷൻ 1 ഫെയിൽഡ്, വേർഷൻ 4 സക്സസ്. ഓ ഇതാ റോക്കറ്റ് ടെസ്റ്റ് ചെയ്ത ആളെ എഴുതി വെച്ചാണെന്ന് തോന്നുന്നു. ഇതിന്റെ 4 വേർഷൻ ഉണ്ടാക്കിയിട്ടാണ് അത് അവസാനം സക്സസ് ആയത്. ഓക്കെ നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ആക്കി സ്ക്രാപ്പ് കിട്ടുമെന്നാവോലെ? അല്ല വെപ്പൺ മാത്രമായിരിക്കും കിട്ടുക. സ്ക്രാപ്പ് കിട്ടിയ ഉപകാരമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്ഷണൽ മിഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ട്രെയിൻ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ സ്ക്രാപ്പ് നല്ലോണം ആവശ്യമുണ്ട്. ഇപ്പൊ ആകെ 36 സ്ക്രാപ്പ് മാത്രമേ ഉള്ളൂ. ഇനി ഏകദേശം 100ന്റെ മുകളിൽ സ്ക്രാപ്പ് ആവശ്യമുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഈ ഗണ്ണ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫയർ ഗണ്ണില്ലേ, അത് യൂസ് ചെയ്യണതിന്റെ കാണിച്ചറ. നമ്മളിങ്ങനെ പതുക്കെ ഓരോ ഫയർ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അതാകുമ്പോൾ ചാൾസിനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാനും പറ്റും. ഇതിലെ തീ പെട്ടെന്ന് കഴിയൂല. അത് നല്ലൊരു ടിപ്പാണ്. നമുക്ക് എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഏതായിരുന്നാലും നമുക്ക് പിന്നെ കൊണ്ടുപോയിട്ട് അതിന്റെ ഉണ്ട കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ, അതിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സംഭവം എടുത്തോണ്ടേക്കുവാന്ന് പറയുന്നത്. ഈ ലോക്കറ്റ് ലോഞ്ചറായിട്ട് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അവനെ ആരൊക്കെ കാണാനുണ്ട് എന്നാ പറഞ്ഞത്. ഓക്കെ തിരിച്ചുകൊണ്ട് തരാം. ദ ബൂമർ. ഓ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇതിൽ ഉണ്ട തീരോന്ന് എനിക്കറിയില്ല. ഇത്ര മാത്രമേ ഉള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇത് സേവ് ചെയ്ത് വെക്കാന്ന് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഏതായിരുന്നാലും ഇവിടുത്തെ മുട്ടന്റെ മിഷൻ കംപ്ലീറ്റ് ആകാം. അത് അതിന്റെ മുകളിൽ ഒരു മുട്ട നിൽക്കുന്നുണ്ട്. അവന്റെ അടുത്തായിരിക്കും മിക്കവാറും മുട്ട ഉണ്ടാവുക. എന്നാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ മോശമല്ലേ? വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കുണ്ടാ പേടി. ദബന്റെ നെന്നത്തേക്ക് തന്നെ വിടാം. ബനല്ല ഉണ്ടാക്കി കഴിച്ചാളാ. ഓ എന്റെ മോനെ, അത് അടിപൊളി. ഇതിൻ്റെ കൊണ്ട് കഴിയുന്നില്ലേ? കഴിയുന്നുണ്ട്. ഇത് അവിടെ നിന്ന് പോയി തോന്നുന്നു. നമുക്ക് എക്സ്ട്രാ ആയിട്ട് സ്ക്രാപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ മിഷൻ കംപ്ലീറ്റ് ആക്കി സ്ക്രാപ്പ് ഇട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഏതായാലും ഈ മുട്ടന്റെ മിഷൻ കംപ്ലീറ്റ് ആക്കാം. ഓ ഇതാ സ്ക്രാപ്പ്.
ഓക്കെ 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 നമുക്കിങ്ങനെ അവിടെ നിന്നും ഇവിടുന്ന് ഓരോ സ്ക്രാപ്പ് കിട്ടും. അതടുത്ത് ഞാൻ പറഞ്ഞില്ലേ മുട്ട തന്നെ. I'm sure Eugene told you all about me, so I need not introduce myself. യൂജിൻ എന്നെ കുറിച്ചല്ല നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. ഇവൻ ഏതാ ഇനി? എനിക്കൊന്നും ഓർമ്മല്ല. Name's Greg, by the way. ഗ്രഗ് ആടാ നീ? ഓക്കെ ഓക്കെ One of the eggs is in the North Mine. ഓക്കെ നോർത്ത് മൈലിലാണ് എഗ്ഗുള്ളതെന്ന് പറയുന്നത്. അതിന്റെ കീയും തന്നിട്ടുണ്ട്. ഓക്കെ സാർ ഒരു ഷർട്ട് വാങ്ങിയിട്ടാ. ഇതെന്തൊരു ലെറ്റർ? ഓ ഇതൊന്നും വായിക്കാൻ എനിക്ക് വയ്യ. പോടാ അവിടെ നിന്ന്. വലിയൊരു കവിത തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. ഓ ഇതുണ്ട കയ്യിൽ ടൂൾസ് ഒക്കെ വെച്ചിട്ട് ആളിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മോനെ. എന്തായാലും ചാവും. ഇപ്പൊ കാര്യമുണ്ട് പറയാലോ. ചാവും, ഉറപ്പായിട്ടും ചാവും. അല്ലെങ്കിൽ ഞാൻ തന്നെ വന്നാണ്ട് കൊല്ലും. ആ റോക്കറ്റ് ലോഞ്ചർ ഇട്ടാണ്ട് വന്നാലോ. ഓ ആ നോർത്ത് മൈൻ ഇത് എവിടെയാണുള്ളത്? അതായത് നമ്മളിപ്പോ ഇവിടെയാണ്, ആ മിഷൻ ഉള്ളത് ദാ ഇവിടെ. എടോ ഇത്ര ദൂരൊക്കെ ഒരു മിഷൻ എന്നാലേ മിക്കവാറും പോണ വഴി മറ്റവനെ കാണാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് ഓ സ്റ്റാർസിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ റോക്കറ്റ് ലോഞ്ചർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പാടാ പാടാ പാടാ. ഓ അടുത്തത് ഒന്നുകൂടെ. മതി 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 മതി. ഞാൻ അതിൻ്റെ ഉണ്ടായിരും. ഫയർ, ഇനി ഫയർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓ ഓ അവൻ പറഞ്ഞ പോലെ തന്നെ ചാൾസിനെ സ്ലോ ആക്കുന്നുണ്ട്. അത് ലെറ്റ്സ് ഗോ. അതാരാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും താങ്ക് യു ഫോർ ദ ടിപ്പ്. അടിപൊളി അടിപൊളി അടിപൊളി. ഓ ഇത് അറിയാനായിട്ടായിരുന്നു എത്ര നേരം. ഓഹോ എടാ ബാടാ 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 ബാട മണ്ട. എടാ ഇവന് ഇത്ര പേടിയാ തീ. എടോ സിമ്പിൾ 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 ഈസി പീസി. ഓ ഇത്ര അടിപൊളി ടിപ്പ് ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ല അല്ലേ. ഓ ഇതിൽ തീ തീരുന്നില്ലല്ലോ. അടിപൊളി അടിപൊളി അടിപൊളി. എന്തായാലും വെറുതെ ഒന്ന് കണ്ണു സ്വിച്ച് ചെയ്യാ. അങ്ങനെ കളിക്കുന്നതിൽ ഒരു രസമല്ലല്ലോ. ഇതാ അങ്ങനെ കട 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 കട. അതാ പോയി. ലെറ്റ്സ് ഗോ. അത്രയുള്ളൂ. പേടിച്ച് പോടാ, പേടിത്തോണ്ട. ഓക്കെ റോക്കറ്റ് ലോഞ്ചർ എത്ര ബാക്കിയുണ്ട് നോക്കട്ടെ. ഇത് തീരുന്നില്ലല്ലോ. അത് ശരി, ഇതിൽ അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. അയ്യേ അത് മോശമായി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഗണ്ണൊക്കെ കിട്ടിക്കാൻ നമ്മൾ ഓവർ പവേർഡ് ആവില്ലേ. ഇപ്പൊ തന്നെ അവനെ നമ്മളൊന്നും തൊടാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഒരു റോക്കറ്റ് ലോഞ്ചറും എന്താറേ. ഓക്കെ ഇവിടെ ഏത് വീഡിയോ കാണുന്നുണ്ട്. ഒക്കെ അവിടുന്ന് ഫ്രീ ആയിട്ടുള്ള സ്ക്രാപ്പ് കിട്ടിയാണെങ്കിൽ നല്ലതല്ലേ. നമ്മളിപ്പോ ആ മുട്ടെടുക്കാൻ പോകുന്ന വഴിയാണ്. നോക്കട്ടെ ഓസിക്ക് വല്ല സ്ക്രാപ്പ് കിട്ടിയാൽ നല്ലതല്ലേ. ഓ തിബനാണില്ലേ. എടാ മുട്ട. ഓക്കെ ഒരു സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവന് ഏതാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് മുട്ട പൊട്ടിക്കാനുള്ള പ്രിസുള്ള സ്ഥലം പറഞ്ഞ നാളാ. ഇവിടെ ലെറ്റർ ഒക്കെ ഉണ്ട്. എടാ ഇതൊന്നും ബാക്കി എന്നെ കൊണ്ടൊന്നും ചെയ്യാം. ഓടക്ക അവന്റെ ഒരു ലെറ്റർ. ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും ഒരു ലെറ്റർ ഉണ്ട്. എന്നിട്ടോ വായിച്ചിട്ട് ഒരു കാര്യമില്ല. അതാണ് വലിയ കോമഡി. എടാ നമുക്ക് ഇവിടെ നിന്ന് നീന്തിട്ട് പോയാലോ? എന്തുണ്ടാവുക ഒന്ന് നോക്കിയാലോ. ഓ പെട്ടവിടെ നീ കയറാൻ പറ്റില്ലേ? ഓനോ അയ്യോ ഞാൻ വിട്ടു. അല്ലല്ല ഓക്കെ. ഇങ്ങനത്തെ ഓരോ കുത്തിരിപ്പ് കാട്ടും. ഇതാണ് എനിക്ക്. ഇതുകൊണ്ടാണ് ഞാൻ കളിക്കുന്ന സമയത്ത് ഒരു 100,000 വട്ടം ചാവുന്നത്. അപ്പൊ അവിടെ ഏതൊരു വീട് കൂടെ ഉണ്ട്, അതോടെ ഒന്ന് പോയി നോക്കാം. ഇത് ഇതിൽ നമ്മൾ വന്നിട്ടില്ല. നോക്കട്ടെ. ഓക്കെ സ്ക്രാപ്പ്. ഓ ഇതെന്താ? ഓക്കെ ഇതാരുടെ വീടാ? ഓ ഇത് വെപ്പൺ മിഷൻ ഉള്ള ഒരു വീടാണ്. ഓക്കെ ഇവിടുത്തെ വെപ്പൺ മിഷൻ നമ്മള് ഇതെന്താ സാധനം? എന്താ ഇങ്ങനെ നിക്കുന്നത്? ഇതെന്ത് വെപ്പണാന്നാവോ? ബാക്കിൽ വെക്കാനുള്ള തോക്കനല്ലേ? എന്തോ ഷീൽഡൊക്കെ ഉണ്ട്. എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? അതോ എനിക്ക് പേടിയാവുന്നു. ഞാൻ പോട്ടെ ബൈ. ഓ കമ്പിവേലൊക്കെ കിട്ടി വെച്ചിക്കണേ. എടോ ഏതായിരുന്നാലും നമുക്ക് ഈ മിഷൻ ഇപ്പൊ കളിക്കുന്നില്ല. നമുക്ക് ആ മുട്ട പോയി എടുത്തിട്ട് എന്നിട്ട് ആ മിഷൻ കളിക്കാം. ഇതേതാ വേറൊരു വീട്? ഇവിടെ തലങ്ങും പലങ്ങും വീടുകളാണല്ലോ. ഒന്ന് ഇതൂടെ ഒന്ന് കയറി നോക്കാം. ഇതിൽ നമ്മൾ കയറിയിട്ടില്ല. 100% ഇവിടെ നമ്മൾ വന്നിട്ടില്ല. ഓക്കെ ഇതെന്താ? ഓ ഇതൊരു സ്റ്റേബിൾ ആണെന്ന് തോന്നുന്നു. അല്ല സ്റ്റേബിൾ അല്ല, സോറി. ഇതെന്താ ഇവർക്ക് മീറ്റിംഗ് കൂടാനുള്ള എന്ത് സംഭവമാണ്. ഇവിടെ എന്താ ഒരു പെയിന്റ് ഒക്കെ ഉണ്ടല്ലോ. ബ്ലാക്ക് പെയിന്റാ? ഓ ബ്ലാക്ക് ആണ് അടിപൊളിയാവും. ഒരു ലെറ്റർ ഉണ്ട്. ഗോഡ് ഈസ് വെരി മാഡ്, ചാൾസ് മേ ബി ഡേവിൽ, ആൾവേസ് സ്നേക്കി, ക്ലോസിംഗ് പ്രയർ, ക്ലീനപ്പ്. ഇത് ഇവിടുത്തെ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ പ്രാർത്ഥന കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പേ ഒക്കത്തിനും ചാൾസ് പിടിച്ചോണ്ടേ. വെരി നൈസ്. ഓ ചർച്ചാണെന്ന് തോന്നുന്നു. അതെ ചർച്ചാണ്. ആ മണി കണ്ടില്ലേ? ഓക്കെ ഇനി നമുക്ക് ആ മുട്ട പോയി എടുത്തോണ്ടരാ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വെപ്പൺ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ആ മുട്ട ഫ്രണ്ടിക്കല്ല ബാക്ക്. ഓക്കെ ആ മുട്ട കംപ്ലീറ്റ് ആക്കിയിട്ട് അല്ല എന്താ ഞാൻ പറഞ്ഞത്? വെപ്പൺ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ആ മുട്ട പോയി എടുത്താൽ പോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ പോരാ, എല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്യണം. അതാണ് എനിക്ക് ശീലം. ഒക്കത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയോ? ഇത് മുട്ട എടുക്കാനുള്ള വേറെ മിഷനാണ്. അതായത് ഇപ്പം നമ്മൾ പോകുന്നതല്ല, ഇത് വേറെ 3ാമത്തെ മുട്ട എടുക്കാനുള്ള മിഷനാണ് ആ വീട്ടിലുള്ളത്. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എത്തിയില്ലേ? എത്തിയെന്ന് തോന്നുന്നു. എത്തി. ലെറ്റ്സ് ഗോ. ഓക്കെ സ്ക്രാപ്പ്. എത്ര സ്ക്രാപ്പ് നമ്മൾ മൊത്തത്തിൽ ഞാൻ നോക്കാൻ മറന്നു.
എത്ര സ്ക്രാപ്പായി? 61 സ്ക്രാപ്പ്. അതുകൊണ്ട് ആർമർ ലെവൽ മാക്സിമം കേട്ടോ. ലെറ്റ്സ് ഗോ. വൈ നോട്ട്? നോക്കട്ടെ. ഓ, ഒരു കൊമ്പൊക്കെ മുളച്ചു. കൊമ്പ് മുളച്ചു, പിന്നെ ലൈറ്റിന്റെ ചുറ്റും എന്തൊക്കെ ഇത് മുളച്ചിട്ടുണ്ട്. പിന്നെ അതാ ഫ്രണ്ടിലും കുറെ കൊമ്പ്. ഓ മാൻ, സെറ്റായി. ബാക്കിലും കുറെ കൊമ്പുകൾ വേണമായിരുന്നു. ബാക്ക് കൂടെ എല്ലാം അറ്റാക്ക് ചെയ്യാൻ വരിക. ചേടോ, ഒക്കെ തലയിട്ടാണല്ലോ അവന്മാർ ചെയ്യുന്നത്. ഇനി നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ബ്ലാക്ക് പെയിന്റ് ഒന്ന് അടിച്ചു നോക്കട്ടെ. ഓ ഷിന്റെ മോനെ, ഇപ്പൊ ലുക്കായി. ഇതെന്താ ഇങ്ങനെ? ബ്ലാക്കിനെ ഞാൻ അടിച്ചത്. ഒന്നുകൂടെ. ഓക്കെ, ഒരു 5 കോട്ട് അടിച്ചിട്ടുണ്ട്. വലിയ വ്യത്യാസം ഉണ്ടോ? സംഭവം നല്ല വൃത്തികേടായിട്ടുണ്ടെങ്കിലും കാണാൻ രസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ, ഒരു വെറൈറ്റി. ഓക്കെ, ഇനി നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോകും സുഹൃത്തുക്കളെ. ഓ എടാ ഈ മണ്ടന്മാർ ഇവിടെ ഉണ്ടല്ലേ. ഞാൻ മറന്നു, മുട്ടെടുക്കാൻ പോകുന്ന മിഷനിലൊക്കെ പോമാരുണ്ടാവും. ഞാൻ മറന്നു. ഒന്ന് പോണേക്കാ. ഓനോ കയ്യിലൊരു ഗണ്ണ് കിട്ടണം നമ്മളത്. ഇപ്പം എൻ്റെ അണ്ണാക്കൊക്കെ വെടിച്ചണ്ട് കൊടുക്കണം. ആ റോക്കറ്റ് ലോഞ്ചറൊക്കെ കയ്യിൽ കിട്ടണം. തുറക്കാൻ പറ്റുമോ? ഇതിന്റെ കീ ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ. പാടാ പോയാ. അത്രയുള്ളൂ. ഓക്കെ, നമ്മൾ മൈൻഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓ അടിപൊളി. എന്താ അതിൻ്റെ അടിയിൽ നിന്ന് പുകയൊക്കെ വരുന്നത്? നൈസ്. നമുക്ക് ഈ മതിൽ ചേർത്ത് പതുക്കെ ഇങ്ങനെ നടന്നു പോവാ. ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല എന്നല്ല, ആളുണ്ടാവും എന്തായാലും. ഓ ഇതെനിക്കിഷ്ടമായി. കളർ കോമ്പിനേഷൻ എനിക്കിഷ്ടമായി. അവിടെ റെഡും പിന്നെ ഇവിടെ ലൈറ്റ് ബ്ലൂ, അത് അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയുള്ള കാര്യം പറയാറില്ല. ലൈറ്റിംഗ് അല്ല, ഓവറോൾ ഗ്രാഫിക്സ് തന്നെ അടിപൊളിയാണ്. അതായത് ഇതിന്റെ സൈസ് വെച്ച് നോക്കുന്ന സമയത്ത് വൻ ഗ്രാഫിക്സ് ആണ്. ഏകദേശം 5-6 GB മാത്രമേ ഉള്ളൂ. സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സ്ക്രാപ്പ് ഇവിടുന്ന് എടുത്ത് ചാടിയാലോ? ഓ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചാടാൻ പറ്റില്ല. എൻ്റെ ഓരോ സൈക്കോ മൈൻഡുകളുണ്ടല്ലോ. ഇങ്ങനത്തെ ഓരോ കാര്യം ചെയ്തതിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ പതുക്കെ കയറി പോവാ. ആരുടെ വിസിലടിയൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഡോറിൻ്റെ അപ്പുറത്താ. ഓ കണ്ട് പോടാ. ഓനോ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച്. നമ്മുടെ വഴി കഴിഞ്ഞല്ലോ. ഓടിക്കോ. ഉപ്പച്ചാവും 3-4 അടി കൊണ്ടിട്ടുണ്ട്. എവിടെയുള്ള മുട്ട? ഓക്കെ. എടാ എന്താണത്? ഇതെന്താ? ഓക്കെ, 1 തുറന്നു. 2 ലാസ്റ്റ്. വേഗം. ഓ ലെറ്റ്സ് ഗോ. എന്താ എടാ, ഒരു പെയിന്റിന് വേണ്ടിട്ട് എത്ര ഞാൻ കഷ്ടപ്പെട്ട് എന്റെ ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് ഞാൻ എടുത്ത്. എന്നിട്ട് പെയിന്റ് എത്ര? കേസ് നമുക്ക് പതുക്കെ പുറത്തിറങ്ങി നോക്കാം. ഹലോ ആരുമില്ലല്ലോ അല്ലേ? ഓക്കെ, ആരുമില്ല. ഓൾ ക്ലിയർ. ഇവിടെ അടുത്ത് ശബ്ദം കേൾക്കുന്നുണ്ട്. എടാ പോടോ. ഓരോ എടാ, ഇതിൽ മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ട്? ഞാൻ പുറത്തെത്തിയാൻ ഇതിനല്ല വഴി മാറി. ജസ്റ്റ് മിസ്സായിരുന്നു, കൊണ്ടില്ല. എടാ, ഇതിൽ വഴി മനസ്സിലാവുന്നില്ലല്ലോ. ഓ ചത്തി. ഇതെന്താ വെറുതെ താറ്റി നോക്കാം. മുട്ടേറ്റി. ലെറ്റ്സ് ഗോ. ഓടട്ടെ. ഈ മുട്ടന്റെ കളർ നീലയാണ്. നമ്മൾ നേരത്തെ എടുത്തത് പച്ച കളറ്. അടുത്താള്. ഓട്. ഇത് എക്സിറ്റിക്ക് തന്നെ അല്ലേ? ആണെന്ന് തോന്നുന്നു. ഓനോ എന്താ? ഓ അടിപൊളി. ഓ പാടാ. നമ്മൾ പുറത്തെത്തിയിട്ടില്ല. അടുത്താള്. ചാവല്ലേ. ഓടിക്കോ. പാടാ. ഇനി നമുക്ക് ഇഷ്ടല്ല. വാ. നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ വണ്ടി അവിടെ. ഓ അതാ അടുത്താള്. മൊത്തത്തിൽ 3 ആൾക്കാരുണ്ട്. സ്ക്രാപ്പ് എടുക്കട്ടെ. ഓ 2 അടി. ഇനി ഒന്നുകൂടെ കൊണ്ടുപോയി നമ്മളാവും. അവിടെ ട്രെയിൻ എവിടെ? അവന്മാര്? അതെ വെന്റ്. അവനെ കൊല്ലണം എനിക്ക്. പാടാ. ട്രെയിനിൽ കയറി ചിലപ്പോൾ അവന്മാര് തിരിഞ്ഞോടും. കണ്ടില്ലേ? നിക്കടാ, റോക്കറ്റ് വിട്ട് കൊല്ല. നിക്ക് നിർത്തേ. റിവേഴ്സ്. ഈ തീ കത്തിങ്ങണ തന്നെ എടുക്കാം. അവന്മാരെ കരിയിച്ച് വിടണതിന്റെ കുറെ കാലത്ത് ആഗ്രഹം. ലെറ്റ്സ് ഗോ. അവൻ ചത്ത്. ഇനി വേറെ ആരെയും ഉണ്ടാ? വാടാ. ബാ ഓടിവാ. കുറെ ഞാൻ വിചാരിക്കണ്ടേ. ഓ ഇനി ഒരാളിവിടെ ഉണ്ടല്ലോ. ഓക്കെ, അവൻ പോയെന്ന് തോന്നുന്നു. അവന് ബുദ്ധിണ്ട്. ഇവന്റെ അവസ്ഥ എന്താ നോക്കട്ടെ. ചത്ത് പാടായി പാവം. അങ്ങനെ തന്നെ വേണോ? ഓ ഇതാ അവന്റെ ഗണ്ണ് ഉണ്ടില്ലേ? ഇതെടുക്കാൻ പറ്റുമോ? ഓ ഇതൊക്കെ എടുക്കാൻ പറ്റണേന്നുല്ലേ? അങ്ങനെ ഒരു സംഭവത്തിൽ വെക്കണായിരുന്നു. അതായത് മിഷനിലൂടെ ഒന്നും ഗണ്ണ് കിട്ടരുത്. ഇവരിൽ ആരെങ്കിലും ഒരാളെ കൊന്നതിന് ഇങ്ങനെ ഗണ്ണ് കിട്ടണം. അങ്ങനെ എന്തെങ്കിലും ഹിഡൻ ആക്കി വെച്ചാൽ അടിപൊളിയായിരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊന്നുമില്ല. സോ ഇനി ഏതായിരുന്നാലും നമുക്ക് അടുത്ത മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോവാം. അതായത് അടുത്ത വെപ്പൺ മിഷൻ നമ്മൾ അവിടെ കണ്ടില്ലേ? സോ അത് കംപ്ലീറ്റ് ആക്കാൻ പോവാം. ഓക്കെ, നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ മച്ചി, ഐ എം ബാക്ക്. എന്താ? The fabled hunter has finally arrived. അതെ. You know, my late husband built a gun. ഓ ഈ ഗണ്ണ് ഇവളുടെ ഹസ്ബൻഡ് ബിൽഡ് ചെയ്താന്നാ പറയുന്നത്. എനിക്ക്
എനിക്ക് അപ്പോഴേ തോന്നി, ഇവിടെ നേരത്തെ ലുക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ഇവൾക്ക് ഒരു തേങ്ങ അറിയില്ലാന്ന്. Much braver than you, I bet. ഓ, ഇവളുടെ ഹസ്ബൻഡ് ഭയങ്കര ധൈര്യശാലിയായിരുന്നു, ഇന്നെക്കാട്ടിലും ധൈര്യശാലിയാണെന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നാണ്ട് കൊടുക്കാൻ പറ്റിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഒറ്റ ചവിട്ട് തീർന്നു, കഥം. Take what I have left of the gun. ഓ, അപ്പൊ ഇവൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇവളുടെ പകുതി പാർട്ട് മാത്രമേ ഉള്ളൂ ഈ ഗണ്ണിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് കണ്ടിട്ട് തീരെ ശരിയില്ലാന്ന്. ഇവളുടെ ഇതിന്റെ പകുതി മാത്രമേ ഉള്ളൂ, ബാക്കി പകുതി വാറന്റെ ആൾക്കാർ എടുത്തുകൊണ്ടുപോയെന്ന് പറയുന്നത്. സോ അത് നമുക്ക് കട്ടുകൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗണ്ണ് കിട്ടുമെന്ന് പറയുന്നത്. Name it Bob. അതെ, നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ബോബ് എന്ന് പേരിടണം എന്നാ പറയുന്നത്. ഇവളുടെ ഹസ്ബൻഡിന്റെ പേരാണ് അത്ര. ഇടാട്ടാ, ഓക്കെ ട്ടാ, ശരി ട്ടാ. തുറക്കാൻ പറ്റുമോ? ഓ, ചാർജ് ചാർജ് ചാർജ്. ഓ, അവിടെ മുള്ളും ഉണ്ടെന്ന് നിൽക്കണം. ചാർജ് വരുന്നുണ്ട് എവിടെ? ഓ, അതാ 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 അതാ, കണ്ടില്ലേ? ചെറുതായിട്ടൊരു മിന്നായം പോലെ കണ്ടു. വരുമോ? ചിലപ്പോൾ ഹോൺ അടിച്ചാൽ അവൻ വരും. ഇപ്പൊ അവനെ വരുത്തണോ അതോ നമ്മൾ മറ്റേ ഗണ്ണോട് എടുത്തിട്ട് അവനെ വരുത്തിയാൽ മതിയോ? അതാകുമ്പോൾ ആ ഗണ്ണ് ടെസ്റ്റ് ചെയ്യാലോ നമുക്ക്. അതാണ് നല്ല ഐഡിയ എന്ന് തോന്നുന്നു. ഇപ്പൊ വരുത്തണ്ട, ഇപ്പൊ അവന്റെ പണിക്കണ്ട് പോട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ആ ഗണ്ണിന്റെ ബാക്കി പാർട്സ് ഉള്ളത്. സോ ലെറ്റ്സ് ഗോ ദേർ. ചാർജ് വരുന്നുണ്ടെന്ന് തോന്നുന്നു, ശബ്ദം കേൾക്കുന്നുണ്ട്. ആ, അതാ 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 ഫ്രണ്ട് കൂടെ വരുന്നേ. ഓ, പോയാ? ഓ, ഇതേ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. വന്ന വഴി അങ്ങനെ പോയെന്ന് തോന്നുന്നു. നേരത്തെ നല്ലോണം കൊണ്ടില്ലേ, അതിന്റെ പേടി ഉണ്ടാവും, സ്വാഭാവികം, ക്വൈറ്റ് നാച്ചുറൽ. ഓക്കെ, നമ്മളിവിടെ എത്തി. ഓ, എടാ ഇവിടെ എവിടെ എത്തി നമ്മള്? ഓ, എടാ ഏത് സ്ഥലം ഏതാ? ഓ, നമ്മൾ അവിടെ എത്തി. ശരിയാ ശരിയാ, റിവേഴ്സിഡ്. നമ്മൾ എത്തേണ്ട അടുത്ത് എത്തി. ഇവിടെ നിന്നാണ് നമുക്ക് ആ ഗണ്ണിന്റെ പാർട്സ് എടുക്കാനുള്ളത്. ഓക്കെ ഓക്കെ, ഇപ്പന്മാരായിട്ട് കരിയിച്ചണ്ട് വിടാം. ഓക്കെ, ബാടാ. ഓ, ഗണ്ണ് മാറ്റി. റോക്കറ്റ് ലോഞ്ചർ. ഓ, റോക്കറ്റ് ലോഞ്ചർ അല്ല വേണ്ടത്. മണ്ടത്തര. ഓ, കൊളായി. ഓനോ. വണ്ടി വിടും. ഓ, നമ്മളവിടെ മൊത്തത്തിൽ കൊളാക്കി. എന്തൊക്കെയോ കാട്ടിനാ അവിടുന്ന്. ചാൾസും അവന്മാരെല്ലാം കൂടെ ഒപ്പം വന്നു. പക്ഷേ അപ്പൊ ഇവന്റെ പ്ലാൻ ആയതായിരുന്നു ഇത്ര നേരം വെയിറ്റ് ചെയ്തു നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. എടാ, എന്റെ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല. ഓ, എന്താ ഒരു തീനെ എതിർക്കറിയാത്തവനാ. പട ചീറിക്കൊണ്ട് വന്നിട്ട്. ഓക്കെ, അതിന്റെ പരിപാടി കഴിഞ്ഞു. റോക്കറ്റ് ലോഞ്ചർ എടുക്കാം. ഇവിടെ പിക്കും. ഓ, കൊണ്ടില്ലേ? അടുത്ത റോക്കറ്റ് ലോഡാക്കിയിട്ടുണ്ട്. പിക്കും. ഓ, അതും കൊണ്ടില്ല. ഇത് കൊള്ളും. ഓ, അത് കൊണ്ടു. ട്രെയിൻ അപ്ഗ്രേഡ് ചെയ്യട്ടെ. ഓക്കെ, അടുത്തത് പിക്കും. ഓ, അത് കൊണ്ടു. അടുത്തത് ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ലോഡാവുന്നില്ല. ആ, പോയി. വേണ്ട, പേടിച്ചോളി. ഇത്ര ഉള്ളോ? സോ സിമ്പിൾ. എവിടെ എത്തി? ശരി, നമ്മൾ കറങ്ങി വേറെ എവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം വെറി പിടിച്ച് ഓരോന്നും കാട്ടരുത്. നോ വെറീസ്. ഓക്കെ, വാടാ, ബാ ഇങ്ങോട്ട് വാ. ആ, വാ. എടാ, ഇവന്മാരെന്താ അടുത്തേക്ക് വരാത്തേ? കുറച്ചുകൂടെ ഫ്രണ്ടിക്ക്. ഓ, അത്ര ഉള്ളു. തീർന്നില്ലേ? കഴിഞ്ഞില്ലേ? അമ്മമാരുടെ കൊണയുടെയൊക്കെ കഴിഞ്ഞില്ലേ? സോ സിമ്പിളാ. എടാ, ഇതെന്താ ലൈറ്റ് ഒക്കെ എത്തുന്നത് ഇതിൻ്റെ ഉള്ളിൽ? ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നാ? ലൈഫ് എത്ര ഉണ്ട്? ഓ, ലൈഫ് തീർന്നുല്ലേ, അതാണ്. അപ്പൊ ലൈറ്റ് പോയി. ഓക്കെ, ഇതൊക്കെ ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ ബാക്കി പാർട്സ് ഒക്കെ എവിടെ? അത് ഇവിടെയാണ് ഉള്ളത് പറഞ്ഞു, പക്ഷെ ഇവിടെ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് അന്വേഷിക്കേണ്ടി വരും. ഇതെന്താ? ഓ, അവന്മാരുടെ മാസ്ക്. അത് ശരി, ഇതെടുക്കാൻ പറ്റുമോ? ഇതൊന്നും എടുത്തിട്ട് നമ്മൾ തലയിൽ വെച്ച് നടക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചാർജ് അറ്റാക്ക് ചെയ്യുന്ന പോലെ അറിയില്ല. ഓ, ഇതവിടെ വേറൊന്നുണ്ട്. ഇതവിടെ വേറൊന്ന്. ഓരോ മാസ്ക് ഓരോ ടൈപ്പാണല്ലേ, ഒക്കെ ഒരേപോലെ അല്ല. ഓക്കെ, ഇവിടെ ഒരു മണ്ണാങ്കട്ടിയില്ല. ഇനി ഇതിന്റെ മുകളിൽ കയറി നോക്കാം. എനിത്തിങ് ഹിയർ? നത്തിങ് ഹിയർ. ഓക്കെ, ഇനി താഴെ പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ മിക്കവാറുണ്ടാവും. കണ്ടിട്ട് അതേപോലെ ഉണ്ട്. ഓരോ അത് പൂട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ. കാണുന്നില്ല അതിന്റെ പാർട്സ്. ഇതന്നെ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കേറുക? നമ്മൾ നേരത്തെ നോക്കിയപ്പോ പറ്റിയില്ല. ഇതുണ്ടില്ലേ, തുറക്കാൻ പറ്റുന്നില്ല. നമുക്ക് അതിന്റെ മുകളിൽ കയറി വെക്കാം. കുന്നിന്റെ മുകളിൽ ഒരു വീടല്ല, ഇതൊക്കെ എന്തോ സംഭവം അത്ര തന്നെ. ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. ഇവര് ചില്ലായിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് കെയർ. ഓ, ഇത് തുറക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ആവശ്യമില്ലാത്തൊക്കെ തുറക്കാൻ പറ്റും, ആവശ്യമുള്ളതൊന്നും തുറക്കാനും പറ്റില്ല. അതാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത. ഓ, താക്കോൽ. ലെറ്റ്സ് ഗോ. താക്കോൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ള സാധനങ്ങൾ എടുക്കാൻ സുഹൃത്തുക്കളെ. ഓക്കെ, തുറക്ക് അവിടെ. ഓക്കെ, അപ്പൊ ഫൈനലി നമ്മൾ അത് എടുത്തിരിക്കുന്നു. ഇതൊക്കെ എവിടെ നിന്ന് വന്നി? അത് ശരി, അവിടെ ഇത് ഇത്ര നേരം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന. ഓക്കെ, അങ്ങനെ അത് മൊത്തം ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിനിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എവിടെ എന്റെ സാധനം? ഓ, ഇതാ
നോക്കട്ടെ ഇതെന്താ സ്നൈപ്പറാണോ? ഇതിന്റെ മോൾ കണ്ടുപിടിക്കാം. പക്ഷേ ഏതാണിപ്പോ വലിയ എന്ത് സംഭവം ഉണ്ടാന്ന് വിചാരിച്ചു. അത് സ്നൈപ്പർ പോലെയാണ്. ലോങ് റേഞ്ച് യൂസ് ചെയ്യാം. അതിന് തന്നെ എന്ന് തോന്നുന്നു. ലോങ് റേഞ്ച് ആണെങ്കിൽ ഷീൽഡ് എന്തിനാ സൈഡിൽ രണ്ടെണ്ണം കണ്ടില്ലേ? റേറ്റ് ഓഫ് ഫയർ കുറവാണ്, പക്ഷെ നല്ല ഡാമേജ് കൊടുക്കും തോന്നുന്നു. പിന്നെ ലോങ് റേഞ്ച് ഒക്കെ അടിപൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അറിയില്ല. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ടെസ്റ്റ് ചെയ്യാൻ അവനാണ് ഇപ്പൊ പോയിട്ടുള്ളൂ. ഈ അടുത്തൊന്നും വരും തോന്നുന്നില്ല. ചിലപ്പോൾ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. അവന്റെ ഹോണടിയില്ല കേട്ടെ. ഓ ഹോണടിക്കട്ടെ. പാടാ. വീഡിയോ അവസാനിപ്പിക്കാൻ നേരത്താൻ വരും. വാ ഈ ഗണ്ണൊന്നും എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. വേമ്പോ അവൻ കേൾക്കുന്നില്ലേ? ആ കേട്ട് തോന്നുന്നു. ആ വാടാ ആദ്യമായിട്ട് ഇവനെ കാണാൻ അത്ര എക്സൈറ്റഡ് ആണ്. ഓ ഒന്നൂടെ. ഓ അടിപൊളി ലൈഫ് നോക്കണ്ടേ. ഓ മാൻ അടിപൊളി. എടാ ഇത് നമുക്ക് ഒരുപാട് ഈസിയല്ലോ. ഇത്ര എളുപ്പമാക്കേണ്ടിയിരുന്നില്ല. ദിസ് ഈസ് ടു ഈസി. ഈ ഗണ്ണെന്നെ മതി സത്യം പറഞ്ഞാൽ അവനെ തുറത്താൻ. വേറൊരു ഗണ്ണിന്റെ ആവശ്യമില്ല. ഏടോ പക്ഷെ ഇവൻ ആ 3 മുട്ടാണ് എടുത്തേനെ ഇവൻ വേറെന്തോ രൂപമാവുന്നൊക്കെ പറയുന്നത്. അതായത് എന്തോ ഹെൽത്ത് ചാർട്സാ അങ്ങനെ എന്തൊക്കെ ആവുന്ന പറയുന്നത്. സോ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അങ്ങനെ വല്ലതും ആയ അടിപൊളിയായിരിക്കും. ഇനി നമുക്കൊരു റോക്കറ്റ് ലോഞ്ചർ വെച്ച് അവസാനിപ്പിക്കാം. ഒന്നൂടെ. ഓ ഈ റോക്കറ്റ് ലോഞ്ചർ വെക്കുന്ന സമയത്ത് നമുക്കും ഡാമേജ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ രണ്ടാൾക്കും ഈക്വൽ ഡാമേജ് ആണ്. അതായത് നമ്മൾ ക്ലോസ് റേഞ്ച് വിടുന്ന സമയത്ത്. ലോങ് റേഞ്ച് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇപ്പം നമ്മൾ ഇട്ട പോലെയൊക്കെ വിടുകയാണെങ്കിൽ നമുക്കും ഡാമേജ് കൊള്ളുന്നുണ്ട്. അതത്ര നല്ലതല്ല. ഓക്കെ പോയി പട ആയിട്ടില്ല. എന്നോട് പിടിച്ചിരിക്കാനായിട്ടില്ല. എന്താ നമ്മുടെ സ്റ്റക്കായത്? ഓ ഞാനുണ്ട്. അയ്യോ ഓക്കെ സോ ഏതായാലും ഇതോടെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ഇതിന്റെ മുകളിൽ കയറിയില്ലേ? ഇല്ല ഇത് അടുത്ത എപ്പിസോഡിനുള്ളതാണ്. മുട്ടന്റെ മിഷനാണ്. ഓക്കെ സോ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്ക്രാപ്പ് എത്ര കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ. ഓ 41 സ്ക്രാപ്പ്. ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്തൊക്കെ പറയുന്നേ? ഓക്കെ ഇനിയിപ്പോൾ എന്താ പറയുന്നത്? ഒന്നുമില്ല. അത്ര ഉള്ള വീഡിയോ. ഇറങ്ങിപ്പോയിക്കോ.